നമസ്കാരം. മഴതോരും മുമ്പേ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണല്ലോ അലീനയെ. അതിനൊക്കെ ശേഷം ബാലചന്ദ്ര മേനോൻ ഇടയ്ക്കൊക്കെ പോയി അലീനയെ കാണാറുണ്ട്. എന്നാൽ അലീനയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് രോഹിത് ചോദിക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ സത്യം അങ്ങ് തുറന്നു പറയുകയാണ്. വൈജ വിവാഹത്തിന് മുമ്പ് വൈജയ്ക്കുണ്ടായ മകളാണ് അലീന എന്നുള്ള കാര്യം. അതറിയുമ്പോഴേക്കും രോഹിത്തിന് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നുകയാണ്. അലീന ചേച്ചിയോട് താൻ ചെയ്തു പോയ തെറ്റോർക്കുമ്പം, തൻ്റെ സ്വന്തം സഹോദരിയാണല്ലോ, സ്വന്തം കൂടപ്പുറപ്പാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പം വിഷമം തോന്നിയിട്ട് ബാലചന്ദ്രമേനോട് പറയുന്നുണ്ട് തന്നെ കൊണ്ടുവന്ന് അലീന ചേച്ചിയുടെ വീട്ടിലാക്കാൻ. അങ്ങനെ കുളത്തൂപ്പുഴയിലെ കൊണ്ടുവന്നാക്കുന്നുണ്ട് ബാലചന്ദ്രമേനോൻ. അവിടെ ഒരു ദിവസം നിൽക്കുമ്പോൾ സ്റ്റാൻലിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സ്റ്റാൻലി വളരെ മോശമായിട്ട് തന്നെയാണ് രോഹിത്തിനോട് പെരുമാറുന്നത്. രോഹിത്തിനോട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇവനാ പെൺവാണിഭ കേസിലെ പ്രതിയല്ലേ, ഇവൻ്റെ പേരും ഫോട്ടോയും ഒക്കെ പത്രത്തിലും ന്യൂസിലും ഒക്കെ കണ്ടതാണല്ലോ. അത് കേൾക്കുമ്പോൾ രോഹിത്തിന് ഭയങ്കര വിഷമാവുകയാണ്. രോഹിത്തിന് തലയ്ക്കൊരടിയേറ്റ പോലെ തോന്നുകയാണ്. രോഹിത്ത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അലീനയ്ക്കും അത് ഭയങ്കര വിഷമാവുകയും അലീന വീണ്ടും അത് രോഹിത്തിന് വേണ്ടി സ്റ്റാൻലിയുടെ മുമ്പിൽ വാദിക്കുകയും ചെയ്യാണ്. ഇവനെൻ്റെ സ്വന്തം സഹോദരനാണ്, പപ്പ അവനോട് പെരുമാറിയത് വളരെ മോശമായിപ്പോയി. ഇത് പപ്പായുടെ വീടൊക്കെ ആയിരിക്കും, പക്ഷേ ഇവിടെ വെച്ച് ഇറങ്ങിപ്പോണെങ്കിൽ ഇറങ്ങിപ്പോകാൻ അവനോട് പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിച്ചത് തെറ്റായിപ്പോയി. അവൻ നിരപരാധിയാണ്. അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടി പോലും മൊഴി കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ പപ്പായ്ക്ക് ഇഷ്ടക്കുറവുകൊണ്ട് അങ്ങനെ അവനോട് പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയായാലും ഞാൻ അവൻ്റെ കൂടെ നിൽക്കും, അവൻ എൻ്റെ കുഞ്ഞ് അനുജനാണ് എന്നൊക്കെ പറഞ്ഞ് അലീന സ്വല്പം പരിഭവത്തോടെ സ്റ്റാൻലിയുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. അത് കാരണം തന്നെ സ്റ്റാൻലിക്ക് നല്ല വിഷമാവുന്നുണ്ട്. സ്റ്റാൻലി രോഹിത്തുമായിട്ട് മിണ്ടുന്നൊക്കെയുണ്ട്. ഇതിനൊക്കെ ശേഷം രോഹിത്തിനോട് തൻ്റെ ജീവിതകഥ തുറന്നു പറയാണ് അലീന. താൻ അനാഥാലയത്തിൽ അനുഭവിച്ച വ്യതകളെല്ലാം പറയുമ്പോൾ പൊട്ടിക്കരയാണ് നമ്മുടെ രോഹിത്ത്. എന്നിട്ട് അലീനയോട് മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പോരാത്തതിന് നമ്മുടെ രേവതിക്കുട്ടിയും അലീനയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട്. ഒരു അടിപൊളി ഒരു സംഭാഷണം. അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രോഹിത്ത് കുളിച്ചു വന്ന് മുറിയിലിരുന്ന് TV കാണുകയാണ്. ആ സമയത്ത് പിൻപിൽ ഒരു കാലൊച്ച കേട്ടുകൊണ്ട് രോഹിത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്രതീക്ഷിതമായി പിൻപിൽ നിൽക്കുന്ന സ്റ്റാൻലി രോഹിത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കണ്ടേ? തന്നോടാണോ എന്നറിയുവാൻ രോഹിത്ത് തൻ്റെ പുറകിലേക്ക് പാളി നോക്കി. പക്ഷെ അവിടെ ആരുമില്ല. വീണ്ടും സ്റ്റാൻലി ചോദിക്കുകയാണ്, അതോ കഴിച്ചോ? തന്നോട് തന്നെയാണ് ചോദിക്കുന്നതെന്ന് രോഹിത്തിന് മനസ്സിലായി. അവനൊരു അത്ഭുതമാണ് തോന്നിയത്. അവൻ തിരികെ പ്രതികരിച്ചു, കഴിച്ചില്ല. ആ എങ്കിൽ വാ, അതിന് സമയമായി. രോഹിത് സംശയിച്ചാണ് സ്റ്റാൻലിയുടെ പിന്നാലെ ചെല്ലുന്നത്. രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നത് കണ്ട് അലീന അത്ഭുതപ്പെട്ടു. അവൾ രോഹിത്തിനെ വിളിക്കാൻ പോകാൻ ഭാവിക്കുകയായിരുന്നു. ഔതക്കുട്ടിച്ചായൻ അല്പം കഴിഞ്ഞാണ് വന്നത്. സ്റ്റാൻലി അലീനയോട് സംസാരിച്ചതേയില്ല. പപ്പയ്ക്ക് അല്പം പരിഭവം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത്താഴത്തിന് ശേഷം രോഹിത്ത് മെല്ലെ കിച്ചണിലേക്ക് നീങ്ങി. ഒതുക്കത്തിൽ അവൻ അലീനയോട് പറയുകയാണ്, അലീന ചേച്ചിയുടെ പപ്പ എന്നോട് സംസാരിച്ചു കേട്ടോ. ആണോ? എന്ത് സംസാരിച്ചു? എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മുറിയിൽ വന്ന് വിളിച്ചു. അലീന വിസ്മയത്തോടു കൂടി അവനെ നോക്കി. ഞാൻ ഇതെല്ലാമേ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. നീ മുറിയിൽ പോയിരുന്ന് TV കണ്ടോ. നിനക്ക് കിടക്കാനുള്ള മുറി ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം കേട്ടോ. രോഹിത്തിനെ പറഞ്ഞയച്ചതിന് ശേഷം അലീന കിച്ചണിലെ ജോലികൾ തീർത്തു. മടങ്ങി അവൾ മുറിയിൽ എത്തിയപ്പോൾ രോഹിത്ത് അവിടെയില്ല. അലീന ഇരിപ്പു മുറിയിലും നീലൻ വരാന്തയിലും ലോണിലും ഒക്കെ പോയി നോക്കി. അവിടെ എങ്ങും രോഹിത്തില്ല. അലീന തിക്കിത്തിരക്കി നടക്കുന്നതും അവളുടെ മുഖത്തെ ജിജ്ഞാസയും ഒക്കെ കണ്ടുകൊണ്ട് ആൻ്റപ്പൻ പറയുകയാണ്, കേണൽ സാബ് വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അത് കേട്ടപ്പോൾ അവൾക്കൊരു ജിജ്ഞാസയാണ് തോന്നിയത്. അലീന സ്റ്റാൻലിയുടെ മുറിയുടെ വാതിക്കൽ പോയി നോക്കി. അവിടെ കണ്ട കാഴ്ച അവളെ ആശ്ചര്യ സ്തബ്ധയാക്കി. പപ്പയും രോഹിത്തും കൂടി ചെസ് കളിക്കുന്നു. വലിയപ്പച്ചൻ കാഴ്ചക്കാരനായിട്ട് അടുത്തിരിപ്പുണ്ട്. നനയുന്ന മിഴികളോടെ അല്പനേരം അലീന ആ കാഴ്ച നോക്കി നിന്നു. പിന്നെ തിരികെ പോന്നു. രോഹിത്തിൽ കിഞ്ഞു കിടക്കാനുള്ള മുറി ഒരുക്കിയ ശേഷം അവൾ വീണ്ടും സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നു. കളി തീർന്നിട്ടില്ല. ചെസ് ബോർഡിലേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ് പപ്പയും രോഹിത്തും. രോഹിത്തിൻ്റെ മൂവായിരുന്നു അടുത്തത്. അവൻ കരുനീക്കം നടത്തിയതും സ്റ്റാൻലി കുതിര എടുത്ത് വെച്ച് ചെക്ക് പറഞ്ഞു. രോഹിത്ത് ആകെ ഒന്ന് നോക്കി. രക്ഷയില്ല. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ്റെ വക കമൻറ്റ്, അടിയറവ് പറയുക, അത്ര തന്നെ. ജേതാവ് അവൻ്റെ നേരെ കൈ നീട്ടി. അവൻ ആ ഷെയ്ഖ് ഹാൻഡ് സ്വീകരിച്ചു. അപ്പോൾ സ്റ്റാൻലി ആ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറയുകയാണ്, പക്ഷെ നീ നന്നായി കളിച്ചു കേട്ടോ. സ്റ്റാൻലി അവനെ അഭിനന്ദിച്ചു. താങ്ക് യു. ആ നീ പോയി കിടന്നു, നാളെ രാവിലെ കാണാം. ഇത് പറഞ്ഞ് സ്റ്റാൻലി എഴുന്നേറ്റു. അലീന രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോന്നു. അവനുവേണ്ടി ഒരുക്കിയ മുറിയിൽ എത്തിയപ്പോൾ അവൻ പറയുകയാണ്,
ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ അലീന ചേച്ചിയുടെ പപ്പ. എന്നോട് കുറേ സംസാരിച്ചു. എവിടെയാ പഠിക്കുന്നത്, ഏത് കോഴ്സിനാ എന്നൊക്കെ ചോദിച്ചു. പപ്പയാ എന്നെ വന്ന് വിളിച്ചത് ചെസ് കളിക്കാൻ. അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് അലീന മൂളിക്കൊണ്ടിരുന്നു. ഒടുവിൽ പറയുകയാണ്, എന്നാൽ നീ കിടന്നോ? ഇല്ല, എനിക്കൊന്നും ഉറങ്ങണ്ട. എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. നാളെ എനിക്ക് തിരിച്ചു പോകേണ്ടതാണല്ലോ. ഓ അങ്ങനെയാണോ, ശരി, ഞാനിപ്പോൾ വരാമേ. അവൾ മുറിവിട്ടിറങ്ങി നേരെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോയി. അവസാനം ഒരു സിപ്പ് എടുത്ത ശേഷം സ്റ്റാൻലി ഒഴിഞ്ഞ മദ്യ ഗ്ലാസ് ജനൽപ്പടിയിൽ വച്ചു. എരിഞ്ഞു തീരാറായ സിഗരറ്റ് ആശ്രയിൽ കുത്തിക്കെടുത്തി. തുറന്നു കിടന്ന ജനൽപ്പാളി അടച്ചു. ഈ സമയത്ത് ഡോർ ഹാൻഡിൽ തിരിഞ്ഞ ശബ്ദം കേട്ട് അയാൾ മെല്ലെ തല തിരിച്ചു നോക്കി. അലീനയാണ്. അവൾ അയാളുടെ നേർക്ക് നോക്കി. ഒരു നിമിഷം മാറി നിന്നു. സ്റ്റാൻലി ജനലിന്റെ കൊളുത്തിട്ട ശേഷം അഴികൾക്കിടയിലേക്ക് ചുരുട്ടി വെച്ചിരുന്ന വിരി നിവർത്തിയിട്ടു. ഉടനെ തൊട്ടു പിൻപിൽ പപ്പ എന്നുള്ള വിളികേട്ട് സ്റ്റാൻലി അത് കേൾക്കാത്ത മട്ടിൽ ജനാല വിരികളുടെ ചുളിവുകൾ നിവർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അവൾ ചോദിക്കുകയാണ്, പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്? അത് കഴിഞ്ഞില്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി പപ്പ, ഞാൻ പപ്പയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സോറി. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പപ്പ എപ്പോഴും മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. കാണുന്നവർക്ക് തോന്നും ജനലിന്റെ അപ്പുറത്ത് ആരോ നിൽപ്പുണ്ടെന്നും അവരോടാണ് പറയുന്നതെന്നും. ഞാൻ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ പപ്പ, സോറി. ആ ശരി. പപ്പയുടെ പിണക്കം മാറിയിട്ടില്ല. എനിക്ക് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് കിടക്കാൻ സമയമായി. വാതിലടയ്ക്കണം. അലീന അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് അല്പനിമിഷങ്ങൾ കൂടി അവിടെ നിന്നു. പിന്നെ പിന്തിരിഞ്ഞു നടന്ന മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. വാതിലടച്ചു. സ്റ്റാൻലി കിടക്കയിൽ വന്നിരുന്നു. എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അയാളെ മതിച്ചു. അല്പനേരം അയാൾ കിടന്നു നോക്കി. പക്ഷെ പറ്റുന്നില്ല. കിടക്കാൻ വയ്യ. സ്റ്റാൻലി എഴുന്നേറ്റ് ഒരു ചുരുട്ടു കൊളുത്തി. 2 or 3 കവിൾ പുകയെടുത്തതേ ഉള്ളൂ. ഒരിക്കലും ഇല്ലാത്ത വിധം അതിനൊരു കയ്പുണ്ടായിരുന്നു. ഒരു കുറ്റബോധം അയാളുടെ മനസ്സിനെ ഗ്രസിച്ചു. തൻ്റെ മകൾ ഇവിടെ വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ അവളെ ഞാൻ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നു. മനസ്സിലെ വികാരങ്ങൾ നേർവിരുദ്ധമായ നിലപാട് എടുത്തുകൊണ്ട് എല്ലായ്പ്പോഴും മുന്നിൽ കയറി തടസ്സം നിൽക്കുന്ന തൻ്റെ ഗർവിനോട് ഇപ്പോൾ അയാൾക്ക് കടുത്ത അമർഷം തോന്നി. അലീന ഉറങ്ങാൻ കിടന്നു കാണുമോ ഇല്ലയോ? അവൾ രോഹിത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ചെന്ന് ഒരു ഗുഡ് നൈറ്റ് പറയണം. ഇല്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയില്ല എന്ന് അയാൾക്ക് തോന്നി. സ്റ്റാൻലി ചെന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് ഒരു നിമിഷം അയാൾ സ്തബ്ധനായി നിന്നുപോയി. വാതിലിനപ്പുറത്ത് ഭിത്തിമേൽ ചാരിക്കൊണ്ട് അലീന നിൽപ്പുണ്ട്. നീ പോയി കിടന്നില്ലേ? അലീന പതിയെ മുഖം തിരിച്ചു നോക്കി. 2 കവളത്തും ഓരോ കണ്ണീർ ചാലിന്റെ തിളക്കം കാണാം. സ്റ്റാൻലിക്ക് വല്ലായ്മ ആയിപ്പോയി. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വേണ്ട പപ്പ, എന്നോടൊന്നും മിണ്ടണ്ട. കൊച്ചുകുട്ടികളുടേതായ ശാഠ്യത്തോടെ അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. സ്റ്റാൻലി കൈനീട്ടി അവളുടെ തോളത്ത് സ്പർശിച്ചു. എന്നിട്ട് ചോദിക്കുക, വേണ്ടല്ലോ. വിതുമ്പിക്കൊണ്ട് അവൾ ഭിത്തിയിലൂടെ നിരങ്ങി മാറി. സ്റ്റാൻലി വീണ്ടും ഒരു ചൂടുകൂടി മുൻപോട്ട് വെച്ചു. അവളുടെ ചുമലിൽ പിടിച്ചു. മറ്റേ കൈകൊണ്ട് അവളുടെ വിതുമ്പുന്ന മുഖം പിടിച്ചുയർത്തി. പോട്ടെ, സാരമില്ല, പപ്പയല്ലേ പറഞ്ഞത്. അയാൾ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് സ്റ്റാൻലി പതിയെ അലീനയെ അണച്ചു പിടിച്ചതും അയാളുടെ മാർവിലേക്ക് അവൾ തല ചായ്ച്ച് ഏങ്ങലടിച്ച് പൊട്ടിക്കരുവാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, പപ്പ എന്നെ വഴക്ക് പറഞ്ഞോ അടിച്ചോ, എന്നാലും പിണങ്ങിയിരിക്കല്ലേ പപ്പ, പ്ലീസ്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സാരമില്ല. അവളുടെ ശിരസിനെ തലോടി ആശ്വസിപ്പിക്കെ സ്റ്റാൻലിയുടെ കണ്ണിൽ ഒരു ചെറിയ നനവ് പടർന്നു. ശേഷം അലീന വന്ന് നോക്കുമ്പോൾ രോഹിത് വെറുതെ കട്ടിലിൽ ഇരിക്കുകയാണ്. അലീനയെ കണ്ടതും അവന്റെ മുഖം പ്രകാശമാനമായി. ഞാൻ ഓർത്തു അലീന ചേച്ചി പോയി കിടന്നെന്ന്, ഉറങ്ങി കാണുമെന്ന്. എവിടെയായിരുന്നു ഇതുവരെ? പപ്പയുടെ അടുത്ത് ഒരു ഗുഡ് നൈറ്റ് പറയാൻ പോയതാ. അപ്പോ ദേ പപ്പയ്ക്ക് എന്നോട് ഒരു കിറവ്. അപ്പോ പിന്നെ അതങ്ങ് തീർക്കണ്ടേ, അതാണ് താമസിച്ചു പോയത്. എന്നിട്ട് തീർന്നോ? പിന്നെ തീർക്കാതെ? കൊള്ളാം. അലീന രോഹിത്തിന്റെ അരികിലിരുന്നു. ഉടനെ രോഹിത് അവളുടെ വലതു കൈപ്പടം എടുത്ത് തൻ്റെ 2 കൈത്തലം കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ അവനിൽ നിന്നും ഒരു സ്നേഹപ്രവാഹം അനേകായിരം ഉറവുകളുള്ള ഒരരുവി പോലെ കളകളാരവത്തോടെ തൻ്റെ വിരലുകളിലൂടെ പതഞ്ഞു കയറുന്നത് അലീന തിരിച്ചറിഞ്ഞു. അപ്പോൾ രോഹിത് അപേക്ഷാപൂർവം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ചേച്ചിയുടെ മടിയിൽ തലവെച്ച് ഇച്ചിരി നേരം കിടന്നോട്ടെ? അലീനൻ അവൻ്റെ ചുമലിൽ പിടിച്ച് അവനെ ചായച്ചു കിടത്തി. അവളുടെ മടിയിൽ തലവെച്ച് അവനൊരു പിഞ്ചു ബാലിനെ പോലെ കിടന്നു. അലീന അവൻ്റെ ശിരസിൽ മൃദുവായി തലോടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് രോഹിത് ചോദിക്കുകയാണ്, ഓർഫനേജിൽ കഴിഞ്ഞ കാലത്ത് അലീന ചേച്ചിക്ക് വലിയ കഷ്ടപ്പാടായിരുന്നോ? അവിടെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെയാണല്ലോ ഞാൻ പിച്ച വെച്ച് നടന്നതും വളർന്നതും. മോളെ, ഇത് നമ്മുടെ വീടാണെന്ന് ബ്രിജിത്ത മമ്മി പറയും. ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീട്, അനാഥരുടെ വീട്. തിരിച്ചറിവായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു അനാഥ കുട്ടിയാണെന്ന്. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും ഇല്ലാത്തവൾ. അച്ഛനമ്മമാരുടെ ഒപ്പം നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുമായിരുന്നു.
സഹോദരങ്ങളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ആരുമില്ലല്ലോ എന്നോർത്ത് സങ്കടം വരുമായിരുന്നു. അത് കേട്ട് കിടക്കുമ്പോൾ രോഹിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അലീന വീണ്ടും പറയുകയാണ്, നല്ല ഉടുപ്പുകളില്ല, നല്ല പുതപ്പുകളില്ല, നല്ല കിടക്കയില്ല, നല്ല ഭക്ഷണമില്ല, ഉല്ലാസത്തിന് കൊണ്ടുപോകാൻ ആരുമില്ല. ഞങ്ങളുടെ ലോകം ചെറുതാണെന്ന് എനിക്ക് മനസ്സിലായി. പുറത്ത് വലിയൊരു ലോകമുണ്ട്. അതും ഞങ്ങളുടെ ലോകവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് വൈകിട്ട് അത്താഴം ഉണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഇല്ലായിരിക്കാം. നാളെ രാവിലെ കഴിക്കാൻ എന്തുണ്ടാകുമെന്ന് നിശ്ചയമില്ല. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വീട്ടിൽ കല്യാണം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് ചോറും കറിയും മിച്ചം വരണമേ എന്നും. അപ്പോഴേക്കും അവളുടെ കാൽമുട്ടുകളിന് മേൽ നനവ് പുരണ്ടത് അലീന തിരിച്ചറിഞ്ഞു. രോഹിത്തിന്റെ മുഖം അവൾ പിടിച്ചുയർത്തി. അവൻ അടക്കി പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ കണ്ണു നിറഞ്ഞൊഴുകുന്നത് നിയന്ത്രിക്കുവാൻ വയ്യ. ഞാൻ നിർത്തി. ഇനിയൊന്നും പറയുന്നില്ല. രോഹിത് പെട്ടെന്ന് കണ്ണു തുടച്ചു. ഇല്ല ചേച്ചി, ചേച്ചി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ പോയി. ഇത്രയേ ഉള്ളൂ. ഇനി വേറൊന്നും പറയാനില്ലേ? അയ്യോ നിർത്തല്ലേ ചേച്ചി, പ്ലീസ്, എനിക്ക് കേൾക്കണം. നാളെ ഞാൻ പോവുമല്ലേ? പിന്നെ ഇനി നമ്മൾ എന്നാണ് കാണുന്നത്? അതിനിനിയും സമയം കിട്ടുമോ? അലീന അല്പനേരം മൗനമായിരുന്നു. അപ്പോൾ രോഹിത് വീണ്ടും ചോദിക്കുകയാണ്, ചേച്ചിക്ക് നേരത്തെ അറിയാമായിരുന്നോ അമ്മ ചേച്ചിയുടെ അമ്മയായിരുന്നു എന്ന്? ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടപ്പിറപ്പുകളായിരുന്നു എന്ന്? ഇല്ല. ബ്രിജിത്ത മമ്മി മരിക്കാറായി കിടക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ അടുത്തേക്കാണ് എന്നെ അയക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അവിടെ ഞാൻ ഒരു വീട്ടുവേലക്കാരിയായിരിക്കും. എല്ലാവരെയും കാണാം, സംസാരിക്കാം, പക്ഷേ ഒന്നും വെളിപ്പെടുത്തരുത്. ഒരു ചില്ലുഭിത്തി ഇടയ്ക്കുണ്ട് എന്നുള്ള ഓർമ്മ എല്ലായ്പ്പോഴും ഉണ്ടാവണം. കണ്ണിൽ കണ്ണുനീരുമായി രോഹിത് അത് കേട്ട് കിടക്കുകയാണ്. ഇടയ്ക്ക് അവൻ ഇടർന്ന ശബ്ദത്തോടുകൂടി ഗദ്ഗതത്തോടുകൂടി ചോദിക്കുകയാണ്, ഞങ്ങളെ കണ്ടപ്പോൾ അലീന ചേച്ചിക്ക് എന്താണ് തോന്നിയത്? കൃഷ്ണമോളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ബബിതയും നീയും. നിങ്ങളെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. കുസൃതി കലർന്ന ഒരു സന്തോഷമായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നിന്റെ അനുജനും അനുജത്തിയുമാണ് ഇതെന്ന്. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് സന്തോഷമായിരുന്നു. സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. അലിവോടെ ഒരു വാക്ക് മിണ്ടിയാൽ മതിയായിരുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും അലീനയുടെ ഒച്ചയിടറി. അവൾ അവിടെ നിർത്തി. പെട്ടെന്ന് രോഹിത് ചാടി എണീറ്റു. അലീനയുടെ നിറമിഴികളിലേക്ക് നോക്കിയതും അവൻ കുറ്റബോധം കൊണ്ട് വിതുമ്പി. ഇരു കൈകൊണ്ടും അവളുടെ മുഖം പിടിച്ച് അവൻ തന്റെ തോളിലേക്ക് അമർത്തി. തുടർന്ന് പശ്ചാത്താപ വിവശനായി അവൻ മന്ത്രിക്കുകയാണ്, സാരമില്ല, അതിനും കൂടി പകരം ഞാൻ ഇനി സ്നേഹിച്ചോളാം. ഇപ്പോൾ എനിക്ക് അനിയനെ ചേച്ചിയുടെ അടുത്തുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അറിയുമോ? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഒരു പുഴുവിനെ പോലെ വേണമെങ്കിൽ ചവിട്ടിയരച്ചു. എൻ്റെ മുഖത്ത് തുപ്പിക്കൂ. എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉടനെ അലീന, എനിക്കൊന്നും വേണ്ട മോനെ. എനിക്ക് ഒരു വിഷമവും ഇല്ലടാ. നിന്നെ എനിക്ക് മടക്കി കിട്ടിയല്ലോ, അത് മാത്രം മതി. അത് കേട്ടുകൊണ്ട് രോഹിത് അവളുടെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കുവാൻ കിടത്തുന്നത് പോലെ അലീന അവൻ്റെ തോളത്ത് നിന്ന് മുഖമെടുത്തു. അവൻ്റെ നനഞ്ഞ കവിൾത്തടം ഒപ്പിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഉറങ്ങണ്ടേടാ? വേണ്ട, എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്പം കഴിഞ്ഞ് അവൻ വീണ്ടും പറയുകയാണ്, അലീന ചേച്ചി വളർന്ന ആ ഓർഫനേജിൽ എന്നെ ഒരു ദിവസം കൊണ്ടുപോണേ. അതെന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. അയ്യോ, അതെല്ലാം അന്യാധീനപ്പെട്ടു പോയി. എന്നാലും ചേച്ചി താമസിച്ച കെട്ടിടവും പരിസരങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവില്ലേ? എടാ, സ്നേഹനിധേയൻ്റെ കെട്ടിടം ഒരു കാലത്ത് ബ്രിജിത്ത മമ്മിയുടെ സ്വന്തമായിരുന്നു. ഓരോരോ വിഷമങ്ങൾ വന്നപ്പോൾ അതൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറി. അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം? ചേച്ചി, നമുക്കൊരു ദിവസം അവിടെ പോകണം. ചേച്ചി താമസിച്ച ആ കെട്ടിടം എന്നെങ്കിലും ഒരിക്കൽ വില കൊടുത്ത് വാങ്ങണം. അയ്യോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോടാ? എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും? അവിടെ അങ്ങനെ കുറച്ച് സ്ഥലം കിട്ടിയിട്ട് നമുക്കെന്താ കാര്യം? എൻ്റെ ഒരു ആഗ്രഹമാണ് ചേച്ചി. അത് അലീന ചേച്ചി അനാഥയെ പോലെ ജീവിച്ച ആ സ്ഥലം വീണ്ടെടുത്ത് അലീന ചേച്ചിക്ക് തന്നെ തരണമെന്ന്. അതിപ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതല്ലേ? ഈ സ്നേഹം ഇതുപോലെ തന്നെ എന്നും ഉണ്ടാവുമോ? ഇല്ല, ഏറ്റക്കുറിച്ചിലൊക്കെ വരും. നിന്റെ മനസ്സിൽ ഇപ്പോൾ ഞാനാണ് വലുത്. കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ മാറും. ഇല്ല ചേച്ചി, എനിക്ക് ഉറപ്പാ. അവളുടെ കൈത്തല മുറുകെ പിടിച്ചു. എടാ മോനെ, നീ ഒരു കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നിനക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബവും ഉണ്ടായി കഴിയുമ്പോൾ നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോകും. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പെട്ടെന്ന് രോഹിത് പറയുകയാണ്, ചേച്ചിയുടെ സ്ഥാനം ഒരിക്കലും ഞാൻ ആർക്കും കൊടുക്കില്ല മോനെ. എനിക്കൊന്നും തരണ്ട. പെങ്ങളാണെന്നുള്ള പരിഗണന മാത്രം മതി, സ്നേഹം മാത്രം മതി. അവർ സംസാരിച്ചിരിക്കുമ്പോൾ അലീനയുടെ സെൽഫോൺ എടുത്തുകൊണ്ട് ഔതക്കുട്ടി ചായൻ വാതിൽക്കലേക്ക് വന്നു. കുറേ നേരം കൊണ്ട് ഇതിവിടെ കിടന്നുകൊണ്ട് അടിക്കുകയാണ്. അലീന പെട്ടെന്ന് ഓടി എഴുന്നേറ്റ് പോയി സെൽഫോൺ വാങ്ങി. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, കിടന്നില്ലയോ മോളെ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വലിയപ്പച്ച. ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് തീർന്നില്ല. ഔതക്കുട്ടി ചായൻ മടങ്ങിപ്പോയി. വീണ്ടും ഫോൺ റിങ് ചെയ്യുകയാണ്. അവൾ ഫോണിലേക്ക് നോക്കുമ്പോൾ രേവതി കുട്ടിയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് നിന്ന് ചുണ്ടി പിടിച്ച സ്വരമാണ് കേട്ടത്. മാമച്ചൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ സ്റ്റാൻലിയുടെ വീട്ടിൽ ഫോൺ എടുക്കാൻ എന്താ ഇത്ര മടി? എൻ്റെ പൊന്നു മോളെ, ഞാൻ ഇരിക്കുന്നിടത്തല്ലായിരുന്നു ഫോൺ ഇരുന്നത്. അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. ഓഹോ, ഫോൺ ഇരിക്കുന്നിടത്ത് ഞാനില്ലായിരുന്നു എന്നല്ലേ? ശരി, ഓ ശരി ശരി, സമ്മതിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് കേണലിൻ്റെ വീട്ടിൽ നിന്നുള്ള വെളിയൊക്കെ കുറഞ്ഞു.
ഒരു പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേണലിൻ്റെ അത്രയും വരില്ലെങ്കിലും മാമച്ചനങ്കൽ സുബേദാർ മേജർ ആയിരുന്നു. അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കോ. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേജർ ആയാലും കേണലായാലും എല്ലാം ഒരേ കാറ്റഗറിയാണ്, എക്സ് മിലിറ്ററി. പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അവർ കേണലാണെന്നുള്ള ഭാവമാണ്. എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞു. കുറ്റം സമ്മതിച്ചാൽ മാത്രം പോരാ, കുറ്റം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാരണം ഇതെല്ലാം വിശദീകരിക്കണം. എന്നാലേ ന്യായമായ ശിക്ഷ വിധിക്കാൻ പറ്റൂ. പിന്നെ കുന്തം, നിന്നെ മിനിഞ്ഞാന്നല്ലേടി ഞാൻ അങ്ങോട്ട് വിളിച്ചത്. പുനലൂര് പോയി വന്ന ദിവസം വലിയ വാചകം അടിക്കല്ലേ മോളെ. അത് മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ പുനലൂരെ വിശേഷങ്ങൾ പറയാനല്ലേ നേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് നമ്മളോട് ക്ഷേമാന്വേഷണം ബാക്കിയുള്ളവർ കഞ്ഞി കുടിച്ചോണോ കിടക്കുന്നത് എന്നോ പട്ടിണിയാണോ എന്നൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. എനിക്കറിയായിരുന്നു നിനക്കവിടെ പട്ടിണിയും പരിവട്ടവും ഒക്കെയാണെന്ന്. അത് പിന്നെയും ചോദിച്ച് നിന്റെ വിശപ്പിനെ കുത്തി നോയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചോദിക്കാതിരുന്നത്. പെട്ടെന്ന് മറ്റേ തലക്കൽ രേവതിക്കുട്ടിയുടെ അടക്കിയ ചിരി കേട്ടു. എന്നിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, എനിക്കറിയാം ഒരുപാട് സ്വന്തക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പെണ്ണിനിപ്പോൾ ഭയങ്കര ഗമയാണെന്ന്. പക്ഷേ ഞാൻ കാരണമാണ് ഇതെല്ലാം കിട്ടി എന്നുള്ള കാര്യം മറക്കണ്ട. നീ കാരണമോ? അതൊന്ന് വിശദീകരിച്ചാൽ തരക്കേടില്ലായിരുന്നു. മാമച്ചനങ്കിൻ്റെ മോനും ഷെറിൻ ചേച്ചിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ കാര്യം ഞാനല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ടല്ലേ അലീന ചേച്ചി പുനലൂരിലെ തറവാട്ടിൽ പോയതും ഷെറിൻ ചേച്ചിയെ കാണാൻ. അതുകൊണ്ടല്ലേ അവിടുത്തെ സ്വന്തക്കാരെയെല്ലാം കാണാൻ പറ്റിയത്. എന്നിട്ടിപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നായി. ഷെറിൻ ചേച്ചിയുടെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അലീന ചേച്ചി ആരാ? ഉടനെ അലീന ജിജ്ഞാസയോടെ ചോദിക്കുക, ആരാ? ഈ പൊട്ടിപ്പണി ഞാൻ എല്ലാം പറഞ്ഞു തരണോ? ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞ് അലീന ചേച്ചിയുടെ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെൻ്റെ ഇളയമ്മയുടെ മോള്. ഇളയമ്മയുടെ മോൾ മാമച്ചനങ്കലിൻ്റെ ആരാ? മാമച്ചനങ്കലിൻ്റെ കൊച്ചുമകൾ. മാമച്ചനങ്കലിൻ്റെ കൊച്ചുമകൾ അലീന ചേച്ചിയുടെ ആരായിട്ട് വരും? എൻ്റെ കസിൻ. അയ്യോടി പെണ്ണേ, അപ്പോൾ ഞാനും മാമച്ചനങ്ങളും ആൻറ്റിയും ഒക്കെ ബന്ധക്കാരായിട്ട് വരുമല്ലോ. അല്ലേ? അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ഒറ്റ ഒതിരുത്തി കാരണം അലീന ചേച്ചിക്ക് മാമച്ചനങ്ങളും ആൻറ്റിയും പോലെ ബന്ധുക്കളായി എന്ന്. ഉടനെ അലീന വാടിയ മുഖത്തോടു കൂടി ശബ്ദം താഴ്ത്തി പറയുകയാണ്, പക്ഷെ ഷെറിൻ ആൻറ്റിയുടെ മോളെ കണ്ടുപിടിച്ചാലല്ലേ മാമച്ചനങ്ങളും ആൻറ്റിയും ഒക്കെ എൻ്റെ ബന്ധുക്കളായിട്ട് വരികയുള്ളൂ. കണ്ടുപിടിച്ചില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. കണ്ടുപിടിക്കണം. അതാണ് അലീന ചേച്ചിയുടെ മിടുക്ക്. ഞാൻ കരുക്കളെല്ലാം ഇണക്കി തന്നില്ലേ? ഞാൻ നോക്കട്ടെ പറ്റുമോന്ന്. അലീന ചേച്ചി മനസ്സ് വെച്ചാൽ പറ്റും. ഇവിടെ അങ്കിളും ആൻറ്റിയും ചേച്ചിയെ മാത്രം പ്രതീക്ഷിച്ച് കഴിയുക. ജിജോമോൻ്റെ കുഞ്ഞിനെ അലീന ചേച്ചി കണ്ടുപിടിച്ചു കൊടുത്താൽ അവർക്ക് അതിൽ കവിഞ്ഞ ഒരു സന്തോഷം ഉണ്ടാവില്ല. അവരുടെ സർവ്വ സ്വത്ത് വേണമെങ്കിലും അലീന ചേച്ചിക്ക് തരും. നീ അവരോട് പറയണം കേട്ടോ, എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന്. എനിക്കിപ്പോൾ അലീന ചേച്ചി എന്തുമാത്രം അസൂയ തോന്നുന്നുണ്ടെന്ന് അറിയാമോ? എന്തിന്? അലീന ചേച്ചിക്ക് ഇപ്പോൾ എന്തുമാത്രം സ്വന്തക്കാരാ. കടപ്പാട്ടൂർ അച്ഛനും അമ്മയും കൂടപ്പുറപ്പുകളും, കൊല്ലപ്പള്ളിയിൽ മനുവേട്ടനും വീട്ടുകാരും, കുളത്തുപുഴയിലെ പപ്പയും വലിയപ്പച്ചനും, അഞ്ചലിൽ ചേച്ചിയുടെ സഹോദരങ്ങളും അവരുടെ മമ്മിയും, പുനലൂർ ചേച്ചിയുടെ ഇളയച്ചന്മാരും മക്കളും. സ്വന്തം എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ എത്ര പേരാ? എനിക്ക് മാത്രം ആരുമില്ല. ഞാനിപ്പോഴും പഴയ അനാഥ പെണ്ണ് തന്നെ. രേവതിക്കുട്ടിയുടെ സ്വരത്തിൽ അടങ്ങിയ അന്യതാബോധവും സങ്കടവും നിരാശയും അലീന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സാരമില്ലടി മോളെ, നിനക്ക് ഞാനില്ലേ ഉള്ളത്. പിന്നെ എന്താ? സ്വന്തക്കാരെല്ലാം എൻ്റെ സ്വന്തക്കാരെല്ലാം നിന്റെ സ്വന്തക്കാരാകാൻ ഒരു വഴിയുണ്ട്. അതെന്ത് വഴിയാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ ഒരു കല്യാണം കഴിക്കണം. ഇപ്പോൾ പിടി കിട്ടിയോ? ആരെ കല്യാണം കഴിക്കണം? മനുവേട്ടനെയോ? പെട്ടെന്ന് അലീന താക്കിയതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. പെണ്ണെ, കുത്തി മുറത്തിക്കേറി കൊത്തല്ലേ? അപ്പോൾ അപ്പുറത്ത് നിന്ന് രേവതിക്കുട്ടിയുടെ വലിയ ചിരിവെച്ച് തുടർന്ന് അവൾ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ആരെയാ ചേച്ചി കല്യാണം കഴിക്കുക? ഒളിച്ചുകളിയൊന്നും വേണ്ട മോളെ. നീ ഇടയ്ക്കിടയ്ക്ക് കടപ്പാട്ടൂര് വിളിച്ച് ആരോടാ കൊച്ചു വർത്തമാനമൊക്കെ പറയാറുള്ളത് എന്ന് എനിക്കറിയാം. രോഹിയേട്ടനെ ഞാൻ കല്യാണം കഴിക്കാന്? അയ്യോ, ബലാത്സംഗ വീരനെ ആർക്ക് വേണം? എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അവനെ നല്ല ഒന്നാന്തരം പെൺകൊച്ചുങ്ങൾക്ക് ഒത്തിക്കൊണ്ട് പോകാൻ വരും. വേണമെങ്കിൽ ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്തു വെച്ചോ. ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴേ മുൻഗണന കിട്ടണമെങ്കിൽ മതി. പെട്ടെന്ന് രേവതിക്കുട്ടിയുടെ അടുത്ത കമൻറ്റ് വരികയാണ്, അലീന ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ ആങ്ങളെ വലിയ കേമനായിരിക്കും. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. ശരി, വേണ്ട. ഞാൻ വിഷയം അങ്ങ് വിടാൻ വരട്ടെ. എനിക്കൊന്ന് ആലോചിക്കാനുള്ള സാവകാശമൊക്കെ വേണ്ടേ? ആയിക്കോട്ടെ, ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് വേണോ? അലീന ചേച്ചി, ഞാൻ അവിടെ വന്ന ആ തള്ളയോട് വഴക്ക് പിടിക്കേണ്ടി വരില്ലേ? ആ വൈജയന്തിമാലയോട്. എടി, നീ എന്താ ഈ പറഞ്ഞേ? അത് എൻ്റെ അമ്മയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. നിങ്ങളല്ലേ ഇപ്പോൾ ഒറ്റക്കെട്ടാണല്ലോ അല്ലേ? അമ്മയും ആങ്ങളമാരും അനുജത്തിമാരും. ഞാനാണല്ലോ പുറത്തു നിന്നുള്ള പൊതുശത്രു. എടി, എൻ്റെ അമ്മായിയമ്മ പോരുന്ന നിൻ്റെ അടുത്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെയല്ലേ നിൽക്കൂ. അതുപോലെ ഒരു സപ്പോർട്ട് നിനക്ക് വേറെ എവിടെ കിട്ടും? അതിന് ചേച്ചി അവിടെ ഇല്ലല്ലോ, കുളത്തുപുഴയിലല്ലേ. വൈജയന്തിമാലയുടെ സ്ത്രീപീഡനം ചേച്ചി എങ്ങനെ അറിയാനാ? ചേച്ചി എങ്ങനെ അതിനകത്ത് ഇടപെടാനാ? അലീനയ്ക്ക് അത് കേട്ടപ്പോഴേക്കും ചിരി പൊട്ടി.
അവൾ പറയുകയാണ്, അങ്ങനെ എല്ലാ കാലത്തും നിന്റെ കൂടെ താമസിച്ചുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ പറ്റുമോടി? ഞാൻ എൻ്റെ അനുജനോടും പറഞ്ഞ് ഉപദേശിച്ചും ആ രണ്ടിടിയും കൂടി കൂടുതൽ തരുവിക്കും അല്ലേ? ചുമ്മാ അതൊന്നും അല്ലല്ലോ പെണ്ണേ, ഒരു ബറ്റാലിയൻ ബന്ധുക്കളെയല്ലേ നിനക്ക് ഇതുവഴി കിട്ടാൻ പോകുന്നത്. ഓ, അലീന ചേച്ചിയുടെ സിസ്റ്റർ ഇൻലോ ആണെന്ന് പറഞ്ഞ് എനിക്ക് കൊല്ലപ്പള്ളിയിലും കുളത്തൂപ്പുഴയിലും പുനലൂരിലും അഞ്ചലും എല്ലാം കയറി അങ്ങോട്ട് നിരങ്ങാം അല്ലേ? അത് കേട്ടുകൊണ്ട് പാതിരാത്രിയിൽ അലീന പൊട്ടിച്ചിരിച്ചു. രോഹിത് കൈ ഉയർത്തി ആംഗ്യ ഭാഷയിൽ എന്തോ ചോദിക്കുന്നുണ്ട്. അലീന അവനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് വീണ്ടും, നീ ഇപ്പോൾ രോഹിത്തിനെ വിളിക്കാറുണ്ടോടി? ആ, കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചതാ. പക്ഷെ ആ കുരങ്ങൻ ഇങ്ങോട്ട് വിളിക്കാറില്ല. വൈജയന്തി ബാലയുടെ അല്ലേ മോൻ? ഗർവിനൊട്ടും കുറവില്ലായിരിക്കും. അതോ ഇനി പിശുക്കത്തരമാണോ? ആ, ഞാൻ ഒരാൾക്ക് കൊടുക്കാട്ടോ. അലീന ഫോൺ കൊണ്ടുപോയി രോഹിത്തിന് കൊടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്